ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ചപ്പാത്തിക്കുള്ള പൊടി മിക്സ് ചെയ്യുന്ന വീഡിയോ ഒന്നും റെക്കോർഡായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ ഉൾപ്പെടുത്താഞ്ഞത്. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തി പരത്തുന്നത് അരിപ്പൊടിയും കൊണ്ടാണ് കേട്ടോ. അരിപ്പൊടിയും കൊണ്ട് പരത്തിയാൽ നമുക്ക് ഈസി ആയിട്ട് പരത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ ഓരോ ചപ്പാത്തിയായി ഞാൻ പരത്തി എടുക്കുകയാണ് കേട്ടോ. ആദ്യമൊന്നും ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ ഇത്ര റൗണ്ട് ഷേപ്പിലൊന്നും കിട്ടൂല. ഇനി ഇപ്പോൾ ഏതായാലും നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തി കഴിയാനായി. ഇനി ചപ്പാത്തി ചൂടാണ് കേട്ടോ. അപ്പോൾ ഓരോ ചപ്പാത്തി കണ്ടിട്ട് ചുട്ടെടുക്കുകയാണേ. അപ്പോൾ ചപ്പാത്തിയൊക്കെ നല്ല സോഫ്റ്റായി നല്ല ബോൾ പോലെയൊക്കെ നല്ലോണം പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഓരോ ചപ്പാത്തിയായി ചുട്ട് കാസറോളിൽ ഇട്ട് വെക്കണ്ടേ. അപ്പം അങ്ങനെ ചപ്പാത്തിയൊക്കെ ചുട്ട് കഴിയാറായി. ഇന്ന് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ട്യൂണയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ട്യൂണ ഒരു റോസ്റ്റ് പോലെയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പറിലിട്ട് നല്ലോണം ചോപ്പ് ചെയ്ത് കണ്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു പച്ചച്ചുവ ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുത്തിന്, പക്ഷെ അത് ഇതിൽ റെക്കോർഡായിട്ടില്ല. പിന്നെ ഞാൻ കുറച്ചും കൂടി ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടി മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേ. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ട്യൂണ. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടപ്പൊന്ന് വേറെടുത്തെടുക്കണ്ടേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓയിൽ ചേർക്കലില്ല, അതിൻ്റെ ഓയിൽ ഒഴിവാക്കലാണ്. എന്നിട്ട് ട്യൂണിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അവൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വെണ്ടക്ക കൊണ്ട് ഒരു ചെറിയൊരു കറി പോലെ ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് കുറച്ച് വെണ്ടക്ക എടുത്ത് ചെറുതാക്കി അരിയാണ് കേട്ടോ. ഇത് മോക്ക് മാത്രം സ്കൂൾക്ക് കൊടുത്തയക്കണോണ്ട് ഞാൻ കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുള്ളൂ. ഇതും ഞങ്ങളുടെ വീട്ടിലുണ്ടായ വെണ്ടക്ക തന്നെയാണ് കേട്ടോ. ഇത് മോൾക്ക് സ്കൂൾക്ക് കൊടുത്തയക്കാനുള്ള ചോറ് ഊറ്റി വെച്ചതാണേ. കുടിക്കാനുള്ള വെള്ളം പാകത്ത് ചൂടായപ്പോൾ ഓളെ ബോട്ടിലേക്ക് പാർന്നു കൊടുത്തു കേട്ടോ.
ഇനി ഞാൻ വെണ്ടക്ക ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വാർന്നിട്ട് ആ വെണ്ടക്ക ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കണ്ടേ. ഇനി ഞാൻ ചൂണയും കൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇനി ചായയും കൂടി റെഡിയാക്കി എടുക്കണേ. ഇതിൻ്റെ ഇടയിൽ ഞാൻ മോളെ ഒരുക്കി കൊടുത്തു. മോള് ചായ എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് മോൾക്ക് ലഞ്ചായിട്ട് കൊടുത്തയച്ചത്. സ്നാക്സായിട്ട് പഴമാണ് കേട്ടോ കൊടുത്തയച്ചത്. അപ്പോൾ സ്കൂൾ വാന് വരാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്കൂൾക്ക് മാസ്ക് ഇടണമല്ലോ, അതുകൊണ്ട് മാസ്ക് ഒക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പം അങ്ങനെ സ്കൂൾ വാന് വന്നു, മോള് പോയി. ഇനി ഞാൻ ചായ കുടിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.